ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്കൊരു സ്ട്രോബെറി ചീസ് കേക്ക് റെഡിയാക്കിയാലോ? അപ്പോൾ ഈ യമ്മി ആയിട്ടുള്ള ചീസ് കേക്ക് റെഡിയാക്കാനായിട്ട് മാരി ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 10-15 ബിസ്ക്കറ്റ് എടുത്ത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു ഫൈൻ പൗഡറായിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇങ്ങനെ പൊടിച്ചെടുത്ത ബിസ്ക്കറ്റ് നമ്മൾ ഏത് ബൗളിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ പ്രസ് ചെയ്തൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കവർ ചെയ്ത് ഫ്രിഡ്ജിലേക്കൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് മറ്റൊരു സോസ് പാനിൽ 2 കപ്പ് പാല് തിളപ്പിക്കാനായിട്ട് വെക്കാം. നമ്മുടെ ചീസ് കേക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ക്രീം ചീസ് റെഡിയാക്കി എടുക്കാനാണ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു രീതിയിൽ നമുക്ക് ക്രീം ചീസും വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. പാല് തിളച്ച് വരുമ്പോഴേക്ക് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ വിനെഗർ ഫുള്ളായിട്ട് ചേർത്തതിന് ശേഷം നല്ലപോലെ തിളച്ച് വരുമ്പോഴേക്കും ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ അരിപ്പ വെച്ചോ അല്ലെങ്കിൽ തുണി വെച്ചോ നമുക്ക് ഫുള്ളായിട്ട് വെള്ളം ഒന്ന് മാറ്റി കൊടുക്കാം. ഇതായപ്പോൾ നമ്മൾ വെള്ളമൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ ഫ്രഷ് ക്രീം മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തൊന്ന് എടുത്തിട്ട് വരാം. പിന്നെ ബ്ലെൻഡ് ചെയ്തെടുത്ത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ബിസ്ക്കറ്റ് ലെയറിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഫുള്ളായിട്ട് ചേർത്തതിന് ശേഷം നമുക്ക് വീണ്ടും കവർ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. സ്ട്രോബെറി ടോപ്പിംഗ് കൊടുക്കാനായിട്ട് ഒരു 8 സ്ട്രോബെറി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്ലെയിമിലേക്ക് ഒരു പാൻ വെച്ചതിലേക്ക് സ്ട്രോബെറി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്ട്രോബെറിയൊക്കെ നല്ലപോലെ ഉടഞ്ഞു കിട്ടുന്ന ഒരു പരുവത്തിൽ വേണം നമുക്കിത് എടുക്കാനായിട്ട്. ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ സ്ട്രോബെറി പീസസൊക്കെ ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ചെറിയ ചെറിയ സ്ട്രോബെറിയുടെ പീസസൊക്കെ കഴിക്കാൻ കിട്ടുന്ന രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇൻസ്റ്റൻറ്റ് സ്ട്രോബെറി ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ ക്രീം ചീസിൻ്റെ മിക്സൊക്കെ ചേർത്തിട്ട് നമ്മളൊരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്താണ്. ഇതിൻ്റെ മീതയിലേക്ക് നമ്മൾ ചൂടാറിയതിന് ശേഷം സ്ട്രോബെറി ജാം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന ജാമോ സിറപ്പോ ഒന്നും യൂസ് ചെയ്യാതെ ഇതേപോലെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് മൂടി വെച്ച് വീണ്ടും ഒന്നും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്ട്രോബെറി ചീസ് കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ക്രീം ചീസും സ്ട്രോബെറി ജാമും ഒക്കെ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.